നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് യുവാവിന് വെട്ടേറ്റു. ആംബുലൻസിന്റെ വഴിതടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിഴിപ്പള്ളിക്കരയിൽ സപ്ലൈകോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ കെട്ടിട ഉടമ മറ്റൊരു താഴിട്ട് പൂട്ടി. വാർത്തകളിലേക്ക് വിശദമായി. പെരിഞ്ഞനത്ത് യുവാവിന് വെട്ടേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ അജ്മലിനാണ് വെട്ടേറ്റത്. തലയിലും കയ്യിലും വെട്ടേറ്റ ഇയാളെ B1 ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഞായറാഴ്ച രാത്രി 9:30 പെരിഞ്ഞനം കപ്പൽ പള്ളിക്കടുത്ത് ഒരു വീട്ടിൽ വെച്ചാണ് സംഭവം. അജ്മലിന് നേരെ മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാപ്പ നിയമപ്രകാരം റിമാൻഡിലായിരുന്ന അജ്മൽ ഈയിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴിതടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആംബുലൻസിന്റെ വഴിതടഞ്ഞ സംഭവത്തിൽ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായി തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പെരുമാറ്റച്ചട്ടം പരിശീലിപ്പിക്കാൻ എടപ്പാളിലുള്ള IDTRലേക്ക് അയക്കും. 5 ദിവസമായിരിക്കും പരിശീലനം. കാഞ്ഞാണി സെന്ററിൽ കണ്ടക്ടർമാർ ബസ്സിൽ നിന്നിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഡ്രൈവർക്കൊപ്പം കണ്ടക്ടറും തുല്യ ഉത്തരവാദിയാണെന്ന് MVI അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് രോഗിയുമായി പോയ ആംബുലൻസിനെ സ്വകാര്യ ബസ്സുകൾ വഴിമുടക്കിയത്. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിലാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. BJP സർക്കാരിന്റെ ബജറ്റിൽ സംസ്ഥാനത്തെ പാടെ അവഗണിച്ചതിനെതിരെ CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. നാട്ടികയിൽ നിന്ന് തൃപ്രയാറിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ പൊതുയോഗം CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വന്നപ്പോൾ കേരളത്തിലെ പാടെ അവഗണിക്കുകയാണ് അതിനവർ കാരണം പറഞ്ഞിരിക്കുന്നത്. കേരളം ഇതിനെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാം നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന് വിഹിതം തരുന്നില്ല. GSTയുടെ കാര്യം നമുക്കറിയാം. 2017 ഈ GST സംവിധാനം നടപ്പിലാക്കിയ ശേഷം കേരളത്തിന് അവകാശപ്പെട്ട കാര്യം കൂടി തരുന്നില്ല. GST കൗൺസിൽ വിളിച്ചുകൂട്ടുന്നില്ല. അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ആനുകൂല്യം തരുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഇങ്ങനെ കേരളത്തോടുള്ള അവഗണന തുടരുകയാണ്. നേരത്തെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ, ഗവർണറെ അടക്കം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിലക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KB ഹംസ, ലോക്കൽ കമ്മിറ്റി അംഗം TV ശ്രീജിത്ത്, MR ദിനേശൻ, AN സുധീർ, CK ശിവരാജൻ, PV രാധാകൃഷ്ണൻ, അജയൻ KS ജനാർദ്ദനൻ, പുഷ്കരൻ, സുധീന്ദ്രൻ, ജിനോയ്, ഉണ്ണികൃഷ്ണൻ, മജീദ്, പ്രഭാകരൻ KK, തിലകൻ AK, സിദ്ധാർത്ഥൻ KR എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുപന്ത്ര താണിശ്ശേരി വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ നാട്ടിക എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, ക്ഷേത്രം സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 8 ക്ഷേത്ര മഹോത്സവം ആഘോഷിക്കും. ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹവനം, ശിവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 5 ആനകളോട് കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പും രാത്രി കലാപരിപാടികളും തുടർന്ന് മുടിയേറ്റും ഉണ്ടായിരിക്കും.
വലപ്പാട് ബീച്ച് അറിയംപറമ്പിൽ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, മഹാഗണപതി പ്രതിഷ്ഠാ ദിനാഘോഷം, തുടർന്ന് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടിയുടെയും മേൽശാന്തി മുരളിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടത്തി. ക്ഷേത്രം രക്ഷാധികാരി AP ഗിരിജ ശങ്കർ, പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടിയേറ്റ ദിവസം രാവിലെ ശിവലിംഗ പ്രതിഷ്ഠയും നന്ദിയുടെ ശിലാപ്രതിമയുടെ സമർപ്പണവും AM രഞ്ജിത്ത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചതിന്റെ പ്രതിഷ്ഠാകർമ്മവും തന്ത്രി നാരായണൻകുട്ടി നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭവും ഭക്തിസാന്ദ്രവുമായ തുടർ പരിപാടികൾ ഉണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 9-നാണ് ക്ഷേത്ര മഹോത്സവം. തളിക്കുളം SNV UP സ്കൂൾ 1982 ബാച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആദ്യ പുനഃസമാഗമം സ്നേഹക്കൂടാരം ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി സ്കൂളിൽ നടന്നു. ഹരിദാസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. കൂട്ടായ്മയുടെ ഔപചാരിക ഉദ്ഘാടനം പൂർവ്വ അധ്യാപകർ ഒരുമിച്ച് നിർവഹിച്ചു. അവസരോചിതമായ ഇടപെടലുകളിലൂടെ റോഡ് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായ ഒരാൾക്ക് പുതുജീവൻ നൽകിയ റഷീദ ബഷീറിനെ യോഗം ആദരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഓർമ്മകൾ പങ്കുവച്ചു. അപ്പുമാഷ സ്കൂൾ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാവിരുന്ന് ആകർഷകമായി. ഷാജു തളിക്കുളം രചനയും സംഗീതവും നിർവഹിച്ച് സുധീർ TG ആലപിച്ച തീം സോങ്ങിന്റെ ഓഡിയോ പ്രകാശനം മുൻ സംഗീത അധ്യാപിക PK മീന നിർവഹിച്ചു. പഴയ വിദ്യാലയ അന്തരീക്ഷത്തിന്റെ പുനരാവിഷ്കാരം പഴയകാല ഓർമ്മകളിലേക്ക് ഏവരെയും തിരികെ കൊണ്ടുപോയി. സ്കൂൾ മാനേജറും പൂർവ്വ അധ്യാപകനുമായ EK സുഗതകുമാർ, BA രജിത, ഷാജു തളിക്കുളം എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. എനിക്ക് അവരെ കണ്ടപ്പോഴും എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. ഒരു തൊട്ടടുത്ത ദിവസം തന്നെ വേറൊരു പൂർവ്വ വിദ്യാർത്ഥി മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ അത് എനിക്കത് വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഇന്ന് ഞാൻ ആ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇവിടുന്ന് വിളിയൊന്ന് ഞങ്ങൾ പോന്നു. ഷാജുവിൻ്റെ ഭാര്യ സുഹൃത്തുക്കളൊക്കെ തന്നെ ഞങ്ങളെ എന്താ പറയുക, ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു എന്ന് പറയാം. ഞാൻ മഞ്ജരിയിലായിരുന്നു. ഷാജുവിൻ്റെ സഹോദരി വന്നിട്ടില്ല ഇല്ലല്ലേ? എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും പോകുന്ന അവിടെ പരിപാടിയില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ഇത് കെട്ട് കഴിഞ്ഞാൽ ഉടനെ വരുന്നു പറയും. ഇപ്പോഴേ ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ഷാജുവിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിനെ ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരെയും പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ വിരുന്നാണ്. SNDP യോഗം പെരിഞ്ഞനം കുറ്റിലക്കടവ് ശാഖയുടെയും ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ഗുരുമന്ദിരത്തിനായി ധനസമാഹരണം ആരംഭിച്ചു. SNDP യോഗം കൗൺസിലർ ബേബിറാം, ഗുരുമന്ദിരം നിർമ്മാണ സമിതി രക്ഷാധികാരി ഡോക്ടർ മുകുന്ദൻ ചുള്ളിപ്പറമ്പിൽ നിന്ന് ആദ്യ തുക ഏറ്റുവാങ്ങി.
ഇതോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ ജി സുവർണൻ, ട്രഷറർ സുകുമാരൻ മുളങ്ങിൽ, കെ കെ അശോകൻ, വനിതാ സംഘം പ്രസിഡന്റ് ബീന സുനിൽകുമാർ, SNDP ശാഖാ സെക്രട്ടറി MP ജ്യോതിഷ്, രക്ഷാധികാരി ശരത്ചന്ദ്രൻ കരുവത്തിൽ, TV വിനോദ്, ശോഭന പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ഗുരുമന്ദിരത്തിന് ഇത്രയും വൈകാൻ പാടില്ല, ആണോ? നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അല്ലേ, നിസ്സാരക്കാരല്ല ഇവിടെ ഉള്ളവരെല്ലാവരും. സത്യം തന്നെ പറഞ്ഞാൽ വളരെ പേര് കേട്ട, വളരെ പ്രമാണിത്വമുള്ള, അടിത്തമുള്ള ഒരു കുടുംബാംഗങ്ങളുള്ള ഒട്ടനവധി പേര് തങ്ങി നിറഞ്ഞെടുക്കുന്ന പ്രദേശമാണ് കുറ്റ്ലക്കടവ്. അപ്പം അങ്ങനെയുള്ള പ്രദേശത്ത് ഒരു നിയോഗമെന്നോണം ഇപ്പോഴെങ്കിലും അത് ജഡ്ജി പേരെന്താണ് പേരില്ല, പ്രജിത്ത്, ശ്രീ പ്രജിത്തിനെങ്കിലും ആ ബുദ്ധി തോന്നി അങ്ങനെ വന്നു എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും പ്രജിത്തിനെ മനസ്സാല് അദ്ദേഹത്തിന് ഗുരുദേവന്റെ എല്ലാ വിധാനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത് നിയോഗമെന്നോണം സംഭവം അത് ഒരു നടക്കും. അത് അങ്ങനെ നടന്നിരിക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതില്ലേ. അപ്പോൾ നേരത്തെ ഇവിടെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ 3-4 പ്രാർത്ഥനകളിൽ നിന്നുള്ള ഓരോ ശ്ലോകങ്ങൾ എടുത്താണ്. കലാമുറ്റം പുസ്തകങ്ങളുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ MLAയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങൾ നൽകുന്നതാണ് പദ്ധതി. E.T. ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കലാമുറ്റം ലൈബ്രറി ഗ്രൂപ്പ് ചെയർപേഴ്സണുമായ ശോഭന രവി അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പുസ്തക വിതരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, കയ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹ്മാൻ, ചന്ദ്രാപിന്നി GLP സ്കൂൾ പ്രധാനാധ്യാപിക K മഞ്ജുള മനോഹരൻ, PTA പ്രസിഡന്റ് PS ശാലിനി, കലാമുറ്റം കൺവീനർ NV ജ്യോതി, ജോയിന്റ് കൺവീനർ രമ്യ എന്നിവർ സംസാരിച്ചു. വായിച്ചതിന്റെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് കുറിപ്പ് തയ്യാറാക്കാൻ പറയാം. ഇനി കുറച്ചും കൂടി ഉയർന്ന രീതിയിൽ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ലൈബ്രറി എടുത്ത ഈ പുസ്തകം എവിടെ നമ്മുടെ അസംബ്ലിയിൽ ആ കുട്ടികൾക്ക് പറയാം. എത്ര വേദികൾ നമുക്കുണ്ടെന്നറിയില്ല. നാം വേദികൾ ഉപയോഗിക്കാണ്ട് പുസ്തകം അവിടെ ഇരുന്നാൽ പുസ്തകം ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഉണ്ടാകും, നമ്മളതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ വേദിയിരിക്കുന്ന ആളുകളൊക്കെ പണ്ട് ബാലരമയും പൂമാറ്റയും ചിത്രഭൂമിയും വടവല്ലി ഉറിക്കൊക്കെ വായിച്ചിരുന്നതല്ല. ഞങ്ങളൊരു പുസ്തകം കിട്ടിയ പുസ്തകത്തിന് തല്ലുപിടിക്കും, അങ്ങോട്ട് കിട്ടുമ്പോൾ കുറച്ച് അവസാനം ആകുമ്പോൾ ബാലരമയും പൂമാറ്റയൊക്കെ ഒരു ഇതാവും. അത് പ്രത്യേക ചിത്രകഥ. കരിങ്കല്ല് പണിയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയയാൾ പിടിയിലായി. ശ്രീനാരായണപുരം പൊഴയങ്കാവ് സ്വദേശി കീഴോത്ത് വീട്ടിൽ സാബിത്ത് എന്ന കണ്ണനെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് സ്റ്റാഫും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത്. കരിങ്കല്ല് പണിക്കാരനായ ഇയാൾ അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രാസലഹരിയുടെ വിൽപ്പന തുടങ്ങിയത്. ഇയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളാണെന്നും പോലീസ് പറഞ്ഞു. ഇയാൾക്ക് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസ് നിലവിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മതിലകം SI രമ്യ കാർത്തികേയന്റെ നേതൃത്വത്തിൽ പ്രൊബേഷൻ SI സഹദ്, ASI പ്രജീഷ്, ലിജു, സീനിയർ CPO ബിജു, ജമാൽ, നിഷാന്ത്, ഷിബിൻ, ജോൺസൺ, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പിടികൂടിയത്. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850.
Manappuram Geeta Ravi Public School. The joy of learning. വാർത്തകൾ തുടരുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിലെ കീഴ്പള്ളിക്കരയിൽ സപ്ലൈകോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ കെട്ടിട ഉടമ മറ്റൊരു താഴിട്ട് പൂട്ടി. മുറി വാടക സംബന്ധിച്ച് ഉടമയുമായി തർക്കം നിലനിന്നിരുന്നു. തലേദിവസം ജീവനക്കാർ പൂട്ടിയ ലോക്കിനടുത്ത് മറ്റൊരു ലോക്കിട്ട് പൂട്ടിയതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മാവേലി സ്റ്റോർ തുറക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലുമായി. ഇതേ തുടർന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലി സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച് പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി കെ സുശീലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആൻഡോ തൊറയൻ, മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ ജോഷി കൊല്ലാറ, വിജയലക്ഷ്മി, ജോസഫ് തേക്കാനത്ത് എന്നിവർ സംസാരിച്ചു. എം കെ ശ്രീധരൻ, ആഷിഖ് ജോസ്, ഷൌക്കത്ത് അലി, അഷ്റഫ് താന്യം, ശരവണൻ എന്നിവർ നേതൃത്വം നൽകി. വാടക പ്രശ്നത്തിൽ ഇതിൻ്റെ ഓണർ പൂട്ടിൻ്റെ മേൽ മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. മാവേലി സ്റ്റോർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്കറിയാം, പൊതു മാർക്കറ്റിലെ വില നിലവാരം പിടിച്ചു നിർത്താനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാവേലി സ്റ്റോറിലെ വിലയും പൊതു മാർക്കറ്റിലെ വിലയും തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പൊതു മാർക്കറ്റിലെ വിലയാണ് കുറവ്. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗുരുപദം ഡോക്ടർ വിവേക് ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഗുരുപദം വിനോദ് ശാന്തി, ക്ഷേത്ര മേൽശാന്തി NS ജോഷി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം രക്ഷാധികാരികളായ ENK തിലകൻ, ഡോക്ടർ IB സുരേഷ് ബാബു, EK ജയതിലകൻ, EK രാമകൃഷ്ണൻ, ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ENT സ്നിതീഷ്, ഭാരവാഹികളായ IR രാജു, പ്രദീപ് കുമാർ EN എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 7-നാണ് ഉത്സവം. ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹവനം, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 3 ഗജവീരന്മാരോടുകൂടി കാഴ്ച ശീവേലി, ദീപാരാധന, വർണ്ണമഴ, ഫെബ്രുവരി 8 ആറാട്ടോടുകൂടി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയിറങ്ങും. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മകരമാസത്തെ ഷഷ്ഠി ആഘോഷിച്ചു. വിശേഷാൽ അഭിഷേകങ്ങൾ ഭഗവാന് സമർപ്പിച്ചു. ചടങ്ങുകളിൽ ഷഷ്ഠി വ്രതമെടുത്ത നിരവധി അമ്മമാർ പങ്കെടുത്തു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഗോപി ചോണാട്ട്, ബാലൻ വള്ളൂക്കാട്ടിൽ, ഭുവനൻ തണ്ടാശ്ശേരി, അനിലൻ മാക്കോത്ത്, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റ് മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 18 ചൊവ്വാഴ്ച പ്രതിഷ്ഠാ ദിനവും കാവടി മഹോത്സവവും ആഘോഷിക്കും.
വാടനപ്പള്ളി കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ഹാപ്പി കേരളം ഇടം രൂപീകരണ പരിപാടി സംഘടിപ്പിച്ചു. ഓരോ വ്യക്തികളുടെയും കുടുംബത്തിന്റെയും സമഗ്ര ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്തി ഓരോ കുടുംബത്തെയും സന്തോഷകേന്ദ്രങ്ങളാക്കുന്നതിനു വേണ്ടിയാണ് ഹാപ്പി കേരളം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാടനപ്പള്ളി വെസ്റ്റ് വാർഡ് 15-ലാണ് ഉല്ലാസയിടം എന്ന പേരിൽ ഇടം രൂപീകരിച്ചത്. വാർഡിലെ 20 കുടുംബങ്ങൾ പങ്കെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി, വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ്, ഷൈജ ഹുസൈൻ, ബ്ലോക്ക് കോർഡിനേറ്റേഴ്സായ നിമ്മി, മായ, അക്കൗണ്ടന്റ് ലിഞ്ചു എന്നിവർ സംസാരിച്ചു. ആ രൂപീകരണ യോഗം പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹായത്തോടുകൂടി പൊതു പുരോഗമന പ്രസ്ഥാനത്തിന്റെ സഹായത്തോടുകൂടി കേരളത്തിലാകെ വ്യാപകമായി കുടുംബശ്രീ വന്നു. ലക്ഷ്യം ഒന്നാണ്: സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സ്വന്തം കാലിൽ സ്ത്രീകളെ നിർത്താൻ ആവശ്യമായ നിയമ നടപടികളിലൂടെ പ്രവർത്തന സംഘടനയാക്കി കുടുംബശ്രീ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് അധികാരം വേണം, സമ്പത്ത് വേണം. അപ്പോൾ വിഹിതം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയും ചെറിയ കേന്ദ്ര സർക്കാരിന്റെ ചെറിയ വിഹിതവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനം ഒരുക്കിയത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റവും വില കൊടുത്തൊരു പഞ്ചായത്താണ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഇത് 2000-ലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. 1998 ആരംഭിച്ചെങ്കിൽ പോലും അവിടെ 2 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത്. ഇതിന് തെരഞ്ഞെടുപ്പ് നമുക്കൊരിക്കലും മറക്കാനും കഴിയില്ല. അത്രയേറെ നമുക്ക് ചിന്തിച്ചാൽ ഒരു ചരിത്രരേഖയിൽ സ്ഥാനം പിടിക്കാവുന്ന രീതിയിലേക്കാണ് വാടാനപ്പള്ളിയുടെ കുടുംബശ്രീയുടെ പ്രവർത്തനവും അതിന്റെ CDS തെരഞ്ഞെടുപ്പും ഒക്കെ മാറിയത്. വലപ്പാട് തിരുവഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണിവേലയോടനുബന്ധിച്ച് ചാക്യാർ കൂത്ത് നടന്നു. അവരടുക്കളയിലേക്ക് പോയാൽ പിന്നെ വരില്ല. വന്നാൽ അവിടെ ഉള്ള ഏറ്റവും ചെറിയ പാത്രത്തിലാണ് കൊണ്ടുവരിക. വിളമ്പട്ടെ, ഇടട്ടെ, തരട്ടെ, ഇട്ടോട്ടെ, വിളമ്പട്ടെ. വേണ്ട, ദുരിതം. വിളമ്പിയാൽ മതിയാവോ? ഇത്രയും കൂടി ആവാം, മതിയാവോ? ലേശം കൂടി ആവാം. കളയരുത് കേട്ടോ, വീണിട്ട് വേണ്ട കളയാൻ. വീഴില്ല. പക്ഷെ ഞാൻ സ്ത്രീകളെ അങ്ങനെ കുറ്റം പറയില്ല. കാരണം ഇവിടെ അംഗസംഖ്യ കൂടുതൽ അവരാണ്. ചിലർ ഉരുട്ടി മിച്ചാൽ നോക്കണം, പുറത്തേക്ക് ഇറങ്ങണ കാണിച്ചു തരാം. അപ്പോ പുരുഷന്മാരുടെ വിളമ്പരോ ഇതിലും കേമ. അവര് സദ്യക്ക് വിളമ്പാൻ ചെന്നാൽ ഉണ്ണാനിരിക്കണവരെ പേടിപ്പിക്കൽ അവരുടെ പണി. വിളമ്പാൻ കിടന്നാൽ ആരുടെ അവിടെ കളഞ്ഞു വെച്ചാളോ. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശിവാലയ വലപ്പാടിന്റെ നൃത്തനൃത്യങ്ങൾ, തുടർന്ന് വിദൂഷകരത്നം ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാരും സംഘവും അവതരിപ്പിച്ച ചാക്യാർ കൂത്ത് നടന്നു. ഫെബ്രുവരി 4-നാണ് അശ്വതിവേല. ഫെബ്രുവരി 5-ന് ഭരണിവേലയും നടക്കും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടിന്റെ ഇത്തവണത്തെ ഓണറേറിയം ഇടശ്ശേരി ബീച്ച് സ്വദേശി കുറുക്കൻ ഭാര്യ ഗോപിയുടെ ഭാര്യ വിജയലക്ഷ്മിക്ക് നൽകി.
തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന ഗുരുതരമായ അസുഖം ബാധിച്ചു കഴിയുന്നവർക്ക് തുടർ ചികിത്സയ്ക്ക് ഇനിയും വലിയൊരു തുക ആവശ്യമുണ്ട്. ഇതുൾപ്പെടെ ബഗേഷ് പുരാടന്റെ എല്ലാ ഓണറേറിയവും അസുഖബാധിതർക്കും സേവന പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ചടങ്ങിൽ BJP ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, മഹിളാ മോർച്ച നേതാക്കളായ ഭഗിനി സുനിൽ, ലിജി മനോഹരൻ എന്നിവർ പങ്കെടുത്തു. വിജയലക്ഷ്മി ചേച്ചി ബ്രെയിനിലേക്കുള്ള ഞരമ്പുകളിൽ രക്തം കട്ടപിടിച്ചു ഒരു വല്ലാത്തൊരു ചികിത്സയിലാണ്. അതിൽ നിന്ന് ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു തുകയുടെ ആവശ്യമുണ്ട്. വളരെ നിർധനരായിട്ടുള്ള ഈ കുടുംബത്തിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. വിജയലക്ഷ്മി ചേച്ചിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കോതകുളം ബീച്ച് മകരഭരണി ഉത്സവത്തോടനുബന്ധിച്ച് വീരനാട്യം കൈകൊട്ടിക്കളി അരങ്ങേറി. ഞായറാഴ്ച രാത്രി വിഘ്നേശ്വര വലപ്പാട്, ശിവയോഗിനി വലപ്പാട്, ശ്രീകുരുമ്പ കയ്പമംഗലം, ശ്രീപാർവതി തിരുപഴഞ്ചേരി എന്നീ ടീമുകളുടെ നേതൃത്വത്തിലാണ് വീരനാട്യം കൈകൊട്ടിക്കളി അരങ്ങേറിയത്. ശങ്കരൻ വേട്ടയാടിയ കൂന്തളക്കാട്ടകത്ത് താളത്തിൽ ശ്രീശ്രുതി മീട്ടുമക്കാനത്തി നീലാവിന്റെ ചേര് പുഞ്ചിരി തൂകി പാർവതി പൊന്നുണ്ണി കൂടിവാക മലരേ. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ VV, സെക്രട്ടറി സനീഷ് KM, ട്രഷറർ ശ്രീജിത്ത് KS, മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 4 പുലർച്ചെ മഹാഗണപതി ഹോമം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദീപാരാധന, പഞ്ചവാദ്യം, കേളി, പറ്റ്, ഡബിൾ തായമ്പക എന്നിവ നടക്കും. ഫെബ്രുവരി 5 പുലർച്ചെ 2 മണിക്ക് താലിയും കൊണ്ടുള്ള എഴുന്നള്ളിപ്പ്, രാവിലെ 7 മണിക്ക് 3 ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി കോതകുളം ബീച്ചിൽ നിന്നും തിരുപഴഞ്ചേരി ക്ഷേത്രത്തിലേക്ക് പൂരം പുറപ്പാട് നടക്കും. വൈകിട്ട് 4 മണിക്ക് കോതകുളം ബീച്ച് സെന്ററിൽ നിന്നും കോതകുളം ബീച്ചിലേക്ക് പൂരം എഴുന്നള്ളിപ്പ്, തുടർന്ന് ദീപാരാധന, രാത്രി ഗാനമേളയും നടക്കും. ഒരിടവേള കൂടി. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്.
മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ്. വീണ്ടും വാർത്തകളിലേക്ക്. കാഞ്ഞാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് പടിയം സ്വദേശികളായ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11:20 കാഞ്ഞാണി 3 കൂടിയ സെന്ററിൽ വില്ലേജ് ഓഫീസിന് സമീപമായിരുന്നു അപകടം. കണ്ടശങ്കടവ്, പടിയം, നെല്ലിപ്പറമ്പിൽ അജയ്, അജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. തളിക്കുളം AMUP സ്കൂളിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 6.5 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ടോയ്ലറ്റ് സമുച്ചയം തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു എയ്ഡഡ് സ്കൂളിന് ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി ആലുങ്ങൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പുരാടൻ, സ്കൂൾ മാനേജർ KB സിജിത്ത്, പ്രധാനാധ്യാപിക ഷീബ, PTA പ്രസിഡന്റ് സുകന്യ ഉവീഷ്, MPTA പ്രസിഡന്റ് റിസ്വാന ഫൈസൽ, KA തിലകൻ, സജീവ് PA, ശരൺ AV, രത്നാകരൻ AP, മുരളി ആലുങ്ങൽ, അശോകൻ കുന്നത്ത്, BB വേലായുധൻ, ഫാത്തിമ മൊയ്തീൻ ഷാ, സൗമ്യ അനീഷ്, അധ്യാപകരായ ഷീജ, അനീഷ, സുമയ്യ, ഫൗസിയ, ഭാവന, കിരൺ, ശ്വേത, ഷിൻസി, ഹർഷ, വിഷ്ണുപ്രിയ, ഋതുക് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും എല്ലാ സ്കൂളും, സ്കൂൾ മാത്രമല്ല, ഒരുപാട് പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് കലാലയത്തിനകത്ത് ഞങ്ങളൊക്കെ പഠിക്കാൻ വന്നിരുന്നത്. ഇവിടെ ഒരു ഇഷ്ടിക മറച്ചിട്ടുള്ള ഒരു ചെറിയ സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആരും പോകില്ല. ഞങ്ങളുടെ സ്ഥിരം സംവിധാനത്തിൻ്റെ അപ്പുറത്തൊരു നല്ല പുളിമാവുണ്ട്. ആ മാവിൻ്റെ വീട്ടിലാണ് ടീച്ചർമാർ. സ്വാമിയേട്ടൻ്റെ തൊട്ട് വടക്കേ പുറത്ത് ഒരു ചെറിയ സംവിധാനമുണ്ട്, ഒരു സംവിധാനം. അവിടെയാണ് ടീച്ചർമാർ പോകുക. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമായി നമ്മുടെ കെട്ടിടങ്ങൾ വന്നു. ഒരുപാട് നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞു. നാട്ടിക പുളിക്കൽ രുദ്രമാല ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ആശാ സുരേഷിന്റെ സോപാന സംഗീതം അരങ്ങേറി. ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹോമം, പ്രതിഷ്ഠ, കലശപൂജകൾ എന്നിവയുമുണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് സുധർമ്മൻ, സെക്രട്ടറി സോജൻ, ട്രഷറർ നകുലൻ എന്നിവർ നേതൃത്വം നൽകി. പാർവതിയുണ്ണി
പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററും റാണി മേനോൻ മാക്സ് മിഷനും സംയുക്തമായി സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് അശ്വിനി മെഡിക്കൽ സെന്ററിൽ സംഘടിപ്പിച്ചു. ക്യാമ്പിൽ അശ്വിനി മെഡിക്കൽ സെന്റർ ഇൻചാർജ് ഡോക്ടർ ഷിബിജ, PRO ഹസൻ MA, റാണി മേനോൻ ഹോസ്പിറ്റൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആര്യ, PRO വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററിൽ നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ജനകീയ കൂട്ടായ്മയിൽ സ്വന്തമാക്കിയ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് ഗ്രാമസഭകളിൽ കുട്ടികളിൽ നിന്ന് ഉയർന്ന ആശയം ഗ്രാമീണ വായനശാല കളരിപ്പറമ്പും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ഏറ്റെടുത്തതോടെയാണ് നമ്മുടെ കളിസ്ഥലം എന്ന സ്വപ്ന പദ്ധതി രൂപമെടുത്തത്. സർക്കാർ പൊതു സംവിധാനങ്ങളുടെ യാതൊരു പിന്തുണയുമില്ലാതെ സമ്പൂർണ്ണ ജനകീയ സഹകരണത്തോടെ 64 ലക്ഷം സമാഹരിച്ച് വാങ്ങിയ 40 സെന്റ് സ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ പ്രഖ്യാപനം കൂട്ടായ്മയുടെ ആഘോഷമായി മാറി. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമെല്ലാം അണിനിരുന്ന താളമേള വർണ്ണങ്ങളുടെ ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. ആൻസി ചൊല്ലിയ ഭരണഘടനയുടെ ആമുഖം ഏവരും ഏറ്റുചൊല്ലിയ പ്രതിജ്ഞയോടെയായിരുന്നു ചടങ്ങിലേക്ക് പ്രവേശിച്ചത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആഹ്ലാദാരവങ്ങളോടെ കളിസ്ഥലത്തിന്റെ ആധാരം ഏറ്റുവാങ്ങി. PI ദിൽഷാദ് സാമ്പത്തിക റിപ്പോർട്ടും PV സജിത പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുൻ ഇന്ത്യൻ വോളി താരം കിഷോർ കുമാർ കായിക സന്ദേശം നൽകി. ഡോക്യുമെന്ററി സംവിധായകൻ സുബിൻ കണ്ണദാസ്, CA ഉന്നത വിജയി MM നിഷിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സംഭാവനയ്ക്കൊരു സമ്മാനം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ, മറ്റ് ജനപ്രതിനിധികളായ MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, മാലതി സുബ്രഹ്മണ്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുഷ്താഖ് അലി, സുനിൽ P. മേനോൻ, TP രഘുനാഥ്, സോമൻ താമരക്കുളം, KV മനോഹരൻ, റാഫി ചേനെഴുത്തുപറമ്പിൽ, MA വിജയൻ, ഹംസ വൈപ്പിപ്പാടത്ത്, കോർഡിനേറ്റർ MS ലെനിൻ, സ്ഥലമെടുപ്പ് സമിതി ജനറൽ കൺവീനർ MS ദിലീപ്, PM സിജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഈ സ്ഥലമെടുത്തതിന് ശേഷം ഉണ്ടാകുകയും നല്ല കളിസ്ഥലം ഉണ്ടാക്കാനുള്ള പ്രശ്നവും അടുത്തത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ കളിക്കളം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായി ഇതിൻ്റെ സംഖ്യ നമുക്ക് നിന്ന് ഓരോരുത്തരും സർക്കാർ ജോലിയും ബന്ധപ്പെട്ടതും ഒക്കെയുള്ള വരുമാനമുള്ളവർ അവർക്ക് നൽകാവുന്ന പരമാവധി സംഖ്യയാണ് അതിൽ തന്നെ നൽകിയത്. അതായത് നമ്മുടെ പുറത്ത് പിരിവ് എന്ന് പറഞ്ഞതിനേക്കാൾ അകത്ത് പിരിവാണ് ആദ്യം നടന്നത്. ആ പിരിവ് ആ സംഖ്യ ഏറ്റവും സന്തോഷത്തോടു കൂടി വയ്ക്കുകയാണ്, സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് പല ആളുകളെയും സമീപിച്ച് ഇവിടുത്തെ പല ആളുകളുണ്ട് നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മൺമറഞ്ഞു പോയ മതിലകത്തിൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും സമീപിച്ചു. അവരെല്ലാവരും ആ കുടുംബക്കാർ ഏറ്റവും നന്നായി അതിനോട് സഹകരിക്കപ്പെടുക. ഇത് മതിലകത്തിൻ്റെ ഗ്രാമീണ വായനശാലയിലെ ആർട്സ് ഓഫ് കളരിപ്പറമ്പ് രണ്ടും സംയുക്തമായി നടത്തുമ്പോൾ മതിലകം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ റീബിൽഡ് കേരള ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച 70ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. E.T. ടൈസൺ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രേമാനന്ദൻ, വാർഡ് മെമ്പർ സുമതി സുന്ദരൻ, മതിലകം CDPO K ലളിത, മതിലകം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, ICDS സൂപ്പർവൈസർ PR രാധിക, അസിസ്റ്റന്റ് എഞ്ചിനീയർ KK വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടിക്ക് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടുനൽകിയ കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. വിളിക്കാൻ കഴിയുന്ന കേന്ദ്രമായിരുന്നു ബാലവാടി. അത്രയും ഇതായിരുന്നു. ബാലവാടിയിലെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് എപ്പോഴും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. പോരാ നോക്കിയിട്ടുണ്ട്. പോരാ, ഞങ്ങളുടെ അഭിപ്രായം അതാണ്. കുറച്ചുകൂടെ കൂട്ടിയൊക്കെ തരണം എന്ന് തന്നെയാണ്. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ആൾ ആരായിരിക്കണം എന്നറിയോ? ഞങ്ങളുടെ മനസ്സിൽ അത് അംഗൻവാടിയിലെ ടീച്ചർമാർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ആളുകളാണ്. കോളേജിലല്ല കൊടുക്കേണ്ടത്. പക്ഷെ അതിനൊപ്പം തന്നെ പറയുമ്പോൾ നിങ്ങൾ വിഷമം തോന്നരുത്. ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളതും ആരായിരിക്കണം?
അംഗൻവാടി ടീച്ചർമാരൊക്കെ ആയിരിക്കണം. ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജിമാഹ ഷോട്ടോക്കാൻ കരാട്ടയുടെ ഇന്ത്യൻ പ്രതിനിധിയായ കരാട്ടെ ഡോ ഫെഡറേഷന്റെ കീഴിലുള്ള നോച്ചിക്കാൻ കരാട്ടെ ഇന്റർനാഷണലിന്റെ ബെൽറ്റ് എക്സാമിനേഷൻ നടന്നു. വലപ്പാട് ലെജൻഡ്സ് അരീന ടർഫിൽ നടന്ന ചടങ്ങിൽ 150-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കരാട്ടെ ഡോ ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ നകുൽനാഥൻ നേതൃത്വം നൽകി. നോച്ചിക്കാൻ കരാട്ടെ ഇന്റർനാഷണലിന്റെ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ കെ ബി പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പരിശീലിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ നടത്തിയത്. കരാട്ടെ ബേസിക്, കത്ത, കുമിത്തെ എന്നീ വിഷയങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. വിജയികൾക്ക് കെ നകുൽനാഥൻ ബെൽറ്റുകൾ നൽകി. കരാട്ടെ പരിശീലകരായ പ്രേംജി, ജലാൽ, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ, കേരളത്തിലെ തൃപ്രയാർ എന്ന സ്ഥലത്തിലാണ് ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 100-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുകയാണ്. വൈറ്റ് ബെൽറ്റ് മുതൽ ബ്രൗൺ ബെൽറ്റ് വരെ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുകയാണ്. ഇതിൽ കത്ത, കുമിത്തെ, അതുപോലെ ബേസിക്സ് എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ എക്സാമിനേഷൻ. അപ്പോൾ കുട്ടികൾ ഇത്രകാലം പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയ കുട്ടികൾ, അതിൽ സെലക്ട് ചെയ്ത കുട്ടികൾക്കാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കരാട്ടെ എന്ന് പറഞ്ഞത് വളരെ ഫേമസായി വന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സ്പോർട്സാണ് കരാട്ടെ. അതിപ്പോൾ എല്ലാ സ്കൂൾസിലും, ഒരുവിധം എല്ലാ സ്കൂൾസിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർനാഷണൽ കരാട്ടെ ഫെഡറേഷൻ്റെ കീഴിൽ ഉള്ള ഒരുപാട് സ്കൂൾസ് കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. വെളുത്തൂർ ശ്രീ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഈ മാസം 5-നും ദേശഗുരുതി 9-നും ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലക്ഷാർച്ചന ദിവസം ഉച്ചയ്ക്ക് ഭരണിയൂട്ടും വൈകിട്ട് ലക്ഷദീപവും നടത്തും. 9-ന് വൈകിട്ട് 4-നാണ് ദേശഗുരുതിക്കായി 8 ദേശങ്ങളിലേക്ക് എഴുന്നള്ളിപ്പിന് പുറപ്പെടുക. രാത്രി 12-ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. നീണ്ട കാലയളവിന് ശേഷമാണ് അഷ്ടമംഗല്യ പ്രശ്നം നോക്കി ദേശഗുരുതി നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണൻകുട്ടി പറലിയിൽ, കൺവീനർ ഗോപി അറക്കൽ, എ നന്ദകുമാർ, ഗോപി കൊച്ചുപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 5-ാം തീയതി 2025 ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന നടത്തുന്നതാണ്. രാവിലെ ലക്ഷാർച്ചന ചടങ്ങുകളും ഉച്ചയ്ക്ക് പ്രസാദോട്ടും വൈകിട്ട് ലക്ഷദീപവും ഉണ്ടായിരിക്കുന്നതാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരള സൃഷ്ടിക്കായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോഴിക്കോട് ഫെബ്രുവരി 14, 15, 16 തീയതികളായി നടക്കാൻ പോകുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 34-ാം സമ്മേളനത്തിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലയിൽ വിവിധ യൂണിറ്റുകളിൽ പതാക ദിനാചരണം നടത്തി. പെരിഞ്ഞനം മുതൽ ചേറ്റുവ വരെയുള്ള വിവിധ യൂണിറ്റ്, ബ്രാഞ്ച്, ഉപജില്ലാ കേന്ദ്രങ്ങളിലാണ് പതാക ദിനം സംഘടിപ്പിച്ചത്. KSTA ജില്ലാ ട്രഷറർ ടി വിനോദിനി വലപ്പാടും ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് ടി മോഹൻ തളിക്കുളത്തും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PB സജീവ് ചേറ്റുവയിലും TV ചിത്രകുമാർ തളിക്കുളം BRCയിലും ശാരിക സജീവ് വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പതാക ഉയർത്തലിന് നേതൃത്വം നൽകി. വിവിധ യൂണിറ്റുകളിൽ NK സുരേഷ് കുമാർ, MD ദിനകരൻ, TB വിനോദ്, TR രാഗേഷ്, സുദർശിനി, ഗിരീഷ് സുകുമാരൻ, കിരൺ, ശ്വേതിൽ, നീതു, KJ പ്രേംകുമാർ, ബിൻസി, സബിത, പ്രേംന എന്നിവർ പതാക ദിനാചരണത്തിന് നേതൃത്വം നൽകും. വൈകിട്ട് പെരിഞ്ഞനത്ത് നടന്ന പൊതുയോഗം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ PC സിജി ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് താണിക്കൽ ചാലിശ്ശേരി വാറുണ്ണിയുടെ മകൻ ജോസ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. ക്ലാരയാണ് ഭാര്യ. ലൈജു, ഷിജോ എന്നിവർ മക്കളും പ്രിയ, ബ്രീമി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കാരമുക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ നടക്കും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് യുവാവിന് വെട്ടേറ്റു. ആംബുലൻസിന്റെ വഴിതടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിഴിപ്പള്ളിക്കരയിൽ സപ്ലൈകോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ കെട്ടിട ഉടമ മറ്റൊരു താഴിട്ട് പൂട്ടി.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.